പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്, ലൈക്ക് ചെയ്യണമെന്ന്, ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ ഒരു കാര്യം, ഒരാളുടെ തലയിൽ വന്നു ചേരുന്ന ജീവിതഭാരം. ഇത് നിമിത്തം അയാൾ വർദ്ധിച്ച മാനസിക സംഘർഷത്തിന് അടിമയാവുന്നു. അയാൾ അകാല മരണത്തിന് ഇടയാവും. 50 വയസ്സിലും 40 വയസ്സിലും ഒക്കെ മരിച്ചു പോകും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കാണിച്ചു കൂട്ടും. പേപ്പറിലൊക്കെ കാണും പോലെ ഈ ജീവിതഭാരങ്ങളുണ്ട്. ജീവിതഭാരങ്ങൾ നമ്മൾ ഇനം തിരിച്ച് നമ്മൾ എഴുതി വെക്കണം. എന്തൊക്കെയാണ്, എന്തൊക്കെ ഫുളിഷ്നെസ്സാണ് നമ്മുടെ തലയിലുള്ളത്. ആ ഭാരം എന്ന് പറയുന്നത് ഫൂളിഷ്നെസ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിക്കാൻ നോക്കും ഭാവിയിൽ ഓരോ കാര്യങ്ങളായിട്ട്. ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒരാളുടെ തലയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ജീവിതഭാരം. ഇപ്പൊ പെൺകുട്ടികളാണ് മക്കളായിട്ടുള്ളത് വിചാരിക്കുക. ജനിച്ചു വീണ മുതൽ അച്ഛനും അമ്മയ്ക്കും ടെൻഷനാണ്. ഈ കുട്ടി കല്യാണം കഴിച്ചു കൊടുക്കണം. ജനിച്ചിട്ടേ ഉള്ളൂ, ഒരു ദിവസമായിട്ടുള്ളൂ. അതിന് ആഭരണങ്ങൾ ഉണ്ടാക്കണം, വിവാഹ ചെലവ് കണ്ടെത്തണം, പഠിപ്പിക്കണം. ജനിച്ചു വീണ മുതൽ കുട്ടികൾക്ക് ആ കുട്ടിക്ക് മക്കളും പെൺകുട്ടികൾ തന്നെ ആവുമോ എന്തോ, ആ പേരക്കുട്ടികളെയൊക്കെ എങ്ങനെ വളർത്തുമാവോ, അങ്ങനെ പല ടെൻഷനാണ്. അങ്ങനെ വളർന്നു വരുമ്പോഴേക്കും ആഭരണങ്ങൾ ഉണ്ടാക്കി വെക്കണം, സ്വർണം. കല്യാണത്തിന് അങ്ക ഘോഷയാത്ര പോലെ കുട്ടിയെ എഴുന്നള്ളിക്കണം. അപ്പൊ ഈ സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെയായി ജീവിതം മുഴുവൻ വാങ്ങിച്ചു കൂട്ടുക. ഈ സ്വർണ്ണം യഥാർത്ഥത്തിൽ ലാഭമാണോ, അതൊരു നിക്ഷേപമാണോ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ പോകുമ്പോൾ തന്നെ ആ പോകുന്ന ജ്വല്ലറിക്ക് തന്നെ ലോകം മുഴുവൻ ബ്രാഞ്ചുകളുണ്ടാവും. അവർക്ക് കിട്ടിയ ലാഭത്തിൽ നിന്നാണ് ഇത് മുഴുവൻ ലോകം മുഴുവൻ ബ്രാഞ്ചുകൾ. അതിന്റെ മുതലാളി കൊട്ടാര സദൃശ്യമായ വീട്ടിലേക്ക് താമസിക്കും. ചാറ്റിയുടെ പേരിൽ എന്തെങ്കിലും കാണിച്ചു വിട്ടുണ്ടാവും, ഞങ്ങൾ വലിയ ചാറ്റിയുടെ ആൾക്കാരെന്ന് അറിയിക്കാൻ. അതിനുള്ളിൽ കടക്കുമ്പോഴേക്കും തണുത്ത് വിറങ്ങിരിക്കും. ഏശിനുള്ളിലാണ്. അവിടെ പാൻറ് ഷർട്ടും ഒക്കെ ടീം ചെയ്ത് സുമുഖന്മാരായിട്ടുള്ള സുമുഖികളായിട്ടുള്ള ആൾക്കാർ നമ്മൾ സമീപിക്കും. അപ്പോഴേക്കും ബ്രൂ കാപ്പിയും ഫിൽറ്റർ കാപ്പിയൊക്കെ വരും. സാറേ എന്നൊക്കെ വിളിക്കും. അങ്ങനെ വിവിധ മോഡലുകൾ നമ്മളെ കൊണ്ട് എടുപ്പിച്ചിട്ടേ വിടുള്ളൂ. ആ രീതിയിൽ നമ്മളെ അവിടെ വല്ല മാനേജ്മെന്റ് ടെക്നിക്കെല്ലാം ഉപയോഗിച്ച് നമ്മൾ കൊണ്ട് എടുപ്പിക്കും. ഈ സ്വർണ്ണാഭരണങ്ങൾ എടുക്കുമ്പോൾ ഏകദേശം 15% മുതൽ 25% വരെ പണിക്കൂലി വരും. അതിന് പ്രത്യേകതകളൊക്കെ അവർ വിരിക്കും. ഇത് ഡെക്കാൻ മോഡലാണ്, ഇത് ബോംബെ ഡോംബിവിൽ നിന്ന് വരുന്നതാണ്, പിന്നെ അല്ലെങ്കിൽ മണിപ്പൂരിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയും. ഇത് വേറെ സ്ഥലത്താണ്, മെഷീൻ കട്ടല്ല, ഇത് മനുഷ്യക്കട്ടാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് 10-20% പണിക്കൂലി, പിന്നെ GST, ഏകദേശം 10% മുതൽ. അതിൽ 10-25,000 രൂപ ഒരു പവനെടുത്ത് 10-25,000 രൂപ പണിക്കൂലിയും GST കൂടെ പിടിച്ച ഒരു 500-550 രൂപ ഡിസ്കൗണ്ട് കൊണ്ട് തരും. പിന്നെ ഒരു ബാഗ്, പേഴ്സും, കുറച്ച് ഫിൽറ്റർ കാപ്പിയും,
ഊണുണ്ടെങ്കിൽ മറ്റേ ഉച്ചയാണെന്ന് പറഞ്ഞാൽ ഊണ് ഇതൊക്കെ തരും. എന്തായാലും ആഭരണം എടുക്കാൻ പോകുന്ന ആള് വലിയൊരു സംഖ്യ, ഒരു പവനിൽ എടുക്കാൻ പോകും കല്യാണത്തിന്. പണിക്കൂലിയായിട്ടും ഈ GST ആയിട്ടും ഒക്കെ അവിടെ തന്നെ കൊടുക്കേണ്ടി വരും. ഈ എടുത്ത സ്വർണം വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചാൽ അവിടെ സമാധാനത്തോടെ കിടന്ന് നടക്കാൻ പറ്റില്ല. ചിലപ്പോൾ രാത്രി അറ്റാക്ക് ഉണ്ടാവും, കള്ളന്മാർ വന്ന് അറ്റാക്ക് ചെയ്യാം, ആര് വേണമെങ്കിലും തരാം. വീട് പൂട്ടി ഇത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വരുമ്പോഴേക്ക് സാധനം ഉണ്ടായി. ഇത് ലോക്കറിൽ കൊണ്ട് വെച്ചാൽ സേഫ് ആണെന്ന് പറയുന്നത്. ചെറിയൊരു താക്കോലാണ് ലോക്കറിൽ നമുക്ക് കീ ആയിട്ടുള്ളത്, അത് സേഫ് ആണെന്ന് പറയുന്നത്. ഈ ലോകത്തിൽ നോട്ട് വരെ അതേപോലെ അടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ചെറിയ കീ ഉണ്ടാക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? അത് സേഫ് ആണെന്നൊക്കെ പറയുന്നത് വെറുതെ, അവിടെ നിന്ന് നഷ്ടപ്പെടാം. പിന്നെ ഈ ആഭരണം ഇട്ടിട്ട് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത്, ലോകത്ത് ഒരു സ്ഥലത്ത് സഞ്ചരിക്കാൻ പറ്റും. ട്രെയിനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങി ഓട്ടോറിക്ഷയിലോ കാറിലോ ജീവൻ പോകും. ആകെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കല്യാണ ഫംഗ്ഷന് പോകുമ്പോഴാ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ വല്ല 28നോ 16 അടിയന്തരത്തിന് മുമ്പ് ഇടാൻ പറ്റില്ല. വല്ല കല്യാണങ്ങൾക്കോ കാതുകുത്തിനൊക്കെ പോകുമ്പോൾ ഒരു ഉപയോഗം. നമ്മളിത് വിൽക്കാൻ കൊണ്ടുപോയി ഈ കൊടുത്ത പണിക്കൂലി മുഴുവൻ പോയി, GST പോയി. പിന്നെ ഇത് അവർ കൊണ്ട് ഉരുക്കിയിട്ട് വരും, ആസിഡൊക്കെ ഇട്ട് ഉരുക്കി ഒരു ഉണ്ടാക്കി കൊണ്ടുവരും. എങ്കിലും നമുക്ക് സാധാരണ സ്വർണത്തിന്റെ പൈസ ഇട്ട് തരാം, ഉരുക്കി ശുദ്ധി ചെയ്തിട്ട് കൊണ്ടുവരും. ഒരിക്കലും സ്വർണത്തിന് വിലയായിട്ട് അവർ തരില്ല, വേറെ മാറ്റിയെടുക്കും. സ്വർണത്തിന് പൈസ കൊണ്ട് ചോദിച്ചാൽ അത് പറ്റില്ല പറയും. ഇവിടെ പൈസയായിട്ടും തരില്ല, വേറെ സ്വർണം കൊടുക്കും, അതിന് പണിക്കൂലിയും GST ഒക്കെ കൊടുക്കും. ഒരു സ്ഥലത്ത് ഇട്ട് നടക്കാൻ പറ്റില്ല, അതൊന്നും ഒരു വരുമാനവും ഇല്ല. ലോക്കറിൽ നമ്മൾ പൈസ വാടക അങ്ങോട്ട് കൊടുക്കും. ഒരു സ്ഥലത്ത് ഇട്ട് നടക്കാൻ പറ്റില്ല, ട്രെയിനിലൊന്നും യാത്ര ചെയ്യാൻ പറ്റും, ജീവൻ പോകും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൗണുകളിലൊക്കെ ഇറങ്ങി നമ്മൾ ആഭരണമൊക്കെ ഇട്ട് പോവുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതമായിരിക്കില്ല, ഒരു സ്ഥലത്തും സുരക്ഷിതമാണ്. കല്യാണങ്ങൾക്ക് ഉപയോഗിക്കാം, പല ഫംഗ്ഷനുകൾക്ക് ഇടാം. അത് ആൾക്കാർ ബഹുമാനത്തോടെയല്ല കാണുന്നത്, അസൂയയോടെ നോക്കിയാണ്. ചിലപ്പോൾ സ്വകാര്യം പറയുകയും ചെയ്യും, അത് കട്ടിട്ടൊക്കെ ഉണ്ടാക്കിയാണ്. അച്ഛനും അമ്മയും കട്ടിട്ട് അല്ലെങ്കിൽ കൈക്കൂലി പണം വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ സ്വത്ത് കെട്ടിയെടുത്ത് വാങ്ങിച്ചാണ്. ഒരു വരുമാനം നമുക്കില്ല. ഈ സ്വർണം പണയം വെക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കണം, എഴുതി വെക്കണം. സ്വർണം പണയം വെക്കുമ്പോൾ എത്ര തൂക്കമുണ്ടെന്ന് നോക്കണം, തിരിച്ചു വാങ്ങിക്കുമ്പോൾ എത്ര തൂക്കമുണ്ടെന്ന് നോക്കണം, വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും മനുഷ്യരല്ല എപ്പോഴും കാപട്യത്തോടെ പെരുമാറുന്നു എന്ന് മനുവിന്റെ വാചനം എപ്പോഴും ഉള്ളിലുണ്ടാവണം. അതേപോലെ മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ആപത്തിൽ പെടുന്നു എന്നുള്ള വാചകങ്ങൾ ഈ സ്വർണം കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ മുഴുവൻ നഷ്ടപ്പെടും, മുഴുവൻ പോകും. ഈ സ്വർണ്ണമല്ല ഉപയോഗിക്കുന്നതിന് പകരം ഇമിറ്റേഷൻ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാം, ഗോൾഡ് കവറിങ് പോലത്തെ സാധനങ്ങൾ. അതുകൊണ്ട് അതും കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. അത് സ്വർണ്ണമാണ് തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ നമുക്ക് പണി തരും ആൾക്കാർ. അതേപോലെ കല്യാണ മാമാങ്ക നടത്തുന്നതിന് പകരം ഈ പെൺകുട്ടിയുടെ പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് കൊടുക്കും. അവർക്ക് ജീവിതത്തിൽ കൂട്ടുപലിശ എന്നുള്ളത്, കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്നുള്ള ജീവിതത്തിൽ നടപ്പിലാക്കാൻ പഠിപ്പിക്കുക. നല്ല വാല്യൂസ് ഉള്ള കുട്ടികളായിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരിക. ലാഭം നഷ്ടം മാനം അപമാനം വിജയം പരാജയം സുഖം ദുഃഖം ജനനം മരണം യുവത്വം വാർദ്ധക്യം, ഈ ദ്വന്ദ്ങ്ങളെ എങ്ങനെ സമചിത്തതയോടെ നേരിടാം എന്നുള്ളത് പഠിപ്പിക്കുക. അതാണ് നമ്മൾ വിവാഹ ദൂർത്തുകൾ ഒഴിവാക്കണം. വിവാഹത്തിന് വേണ്ടിയിട്ട്
ധാരാളം പൈസ ചിലവാക്കി അവസാനം ഈ പെൺകുട്ടികൾക്ക് ഷെയർ കൊടുക്കാതിരിക്കുന്നൊരു പെരുമാറ്റ രീതി നമ്മുടെ സമൂഹത്തിലുണ്ട്. അതെല്ലാം വിവാഹത്തിന് ചിലവായി. ഷെയറിങ്ങിൻ്റെ സമയത്ത്, സ്വത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് അനാവശ്യമായി ഉള്ള പൈസ മുഴുവൻ വാരിക്കോരി ചിലവാക്കി അവർക്കൊരു പ്രയോജനമില്ലാതെ, പെൺകുട്ടികൾക്കൊരു പ്രയോജനമില്ലാതെ അവസാനം അവർക്ക് ഷെയർ കൊടുക്കാതിരിക്കും. അതുകൊണ്ട് ഈ വിവാഹ ദൂർത്ത് ഒഴിവാക്കണം. അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രി കൊടപിടിക്കുന്ന രീതിയിൽ രാജാക്കന്മാരെയൊക്കെ പോലെ എഴുന്നള്ളിക്കുക, കൊട്ട്, വാദ്യങ്ങൾ, ഡാൻസ്, പാട്ട് കച്ചേരികൾ എല്ലാം ഒഴിവാക്കും. വളരെ ലളിതമായ രീതിയിൽ വിവാഹം കഴിക്കുക. സ്വർണത്തിനും ഈ വിവാഹ ദൂർത്തിനെല്ലാം ചെലവാക്കുന്ന പൈസ ഇവരുടെ പേരിൽ, പെൺകുട്ടികളുടെ പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് ഒരു മാസ വരുമാനം അവരുടെ ജീവിതകാലം മുഴുവൻ ഉറപ്പാക്കണം. അപ്പോഴേ അവർ ശക്തിപ്പെടുകയുള്ളൂ. അതായത് ദൂർത്തടിച്ചുകൊണ്ടൊന്നും അവർക്ക് ഒരു ഉപകാരമില്ല, ആർക്കും ഒരു ഉപകാരമില്ല. മാസം ഒരു എമൗണ്ട്, ഇന്നിപ്പോൾ 1 കോടി രൂപ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിൽ, മറ്റേ KSFയിലായാലും അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിലായാലും ട്രഷറിയിലായാലും ഒക്കെ 8% വരെ കിട്ടുന്ന സ്ഥാപനങ്ങളുണ്ട്, ഗവൺമെൻറ് സ്ഥാപനങ്ങളില്ല. 1 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് 8 ലക്ഷം രൂപ പലിശ ആയിട്ടുണ്ട് ഒരു കൊല്ലത്തിൽ. അപ്പോൾ മാസം ഏകദേശം ഒരു 60,000-ന് മുകളിൽ പലിശയായിട്ട് അവർക്ക് കിട്ടും. 50 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് 4 ലക്ഷം രൂപ ഒരു കൊല്ലത്തിൽ ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്നു ഇല്ലേ? അപ്പം തന്നെ 30,000-40,000 ഇടയിൽ പലിശയായിട്ട് അവർക്ക് ഒരു മാസം അവർ അക്കൗണ്ടിൽ വരും. മാസം അവർക്ക് സുഖമായി ലാവിഷായി ജീവിക്കാൻ. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷം കൂടും കുറച്ചുകൂടെ. മാസം പൈസ വരുമ്പോൾ. പൈസ ഇല്ലാതെ നമ്മുടെ ശരീരം മൃതശരീരത്തിൽ വാങ്ങും. ആ വനിതകളെ ശക്തിപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മക്കളെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു മാസ വരുമാനം നമ്മൾ ഉറപ്പാക്കണം. ജോലി ഉണ്ടായിക്കോട്ടെ, അതിൻ്റെ കൂടെ ഈ ദൂരത്തിൻ്റെ പൈസ കൂടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക. ആർക്കും നമ്മളുടെ ഭക്ഷണമൊന്നും ആർക്കും ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ 100, 150, 200 രൂപ കൊടുത്ത് കടയിൽ കിട്ടുന്ന സാധനങ്ങളില്ലേ. അതിന് ഗണ്യമായ ഭാഗം പൈസ ലാഭമായിട്ട് പോവുകയാണ് പലരും. അതിനൊന്നും ആവശ്യമില്ല. ഈ ദൂരത്തിൻ്റെയും തൻ പ്രമാണിത്തം കാണിക്കലും ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഐശ്വര്യം വേറൊരാളെ ഉണ്ടാക്കുന്നത് അസൂയയാണ്, അല്ലാണ്ട് ബഹുമാനമല്ല. അവർ തന്നെ പരസ്പരം പറയും, ഐശ്വര്യം ഇത് കള്ളത്തരത്തിൽ കിട്ടിയ പൈസയാണ്, അഴിമതിയിലൂടെ കിട്ടിയ പൈസയാണ്, അതേപോലെ സ്വത്ത് തട്ടിയെടുത്ത് കിട്ടിയ പൈസയാണ്. അവർ തന്നെ പറയും. ആർക്കും ആവശ്യമില്ല, ദൂരത്തിൻ്റെ ആവശ്യമില്ല. അർദ്ധരാത്രി നമ്മൾ കുട പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മക്കളെ നമ്മൾ ശക്തിപ്പെടുത്തുകയുള്ളൂ. അവർ സാമ്പത്തികമായിട്ട് അവർക്ക് ജോലിയൊക്കെ ഉണ്ടാവും, സംഭവമൊക്കെ ശരി തന്നെ. എങ്കിലും ഒരു അഡീഷണൽ വരുമാനം എന്നുള്ള രീതിയിൽ ഈ ദൂരത്തടിക്കുന്ന പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക, ഒരു വലിയ FD ഇടുക. അതേപോലെ തന്നെ ജീവിതത്തിൽ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്നുള്ള ജീവിതത്തിൽ അവർ നടപ്പാക്കാൻ പഠിപ്പിക്കുക. ഓരോ കിട്ടുന്ന പലിശ മാസം ഡെപ്പോസിറ്റ് ചെയ്ത് അവർ പഠിപ്പിക്കുക. കോമ്പൗണ്ടിങ് ഈസ് ദ 8th വണ്ടർ ഓഫ് ദ വേൾഡ് എന്നാണ് പറയുക. കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ അതവരെ പഠിപ്പിക്കുക. അപ്പോൾ തന്നെ ഒരു വളരെ ശക്തിമത്തായി മാറും. ഈ സ്വർണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും വളരെ സേഫും അല്ല. പേടിച്ചിരിക്കേണ്ടി വരും. എവിടെയും സേഫ് അല്ല ഈ സ്വർണം. ലോക്കറിൻ്റെ അടക്കം. ലോക്കറിൻ്റെ താക്കോൽ നിങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗോൾഡ് പണയം വയ്ക്കുന്നത് അതിലേറെ പമ്പര വെട്ടിത്തരമാണ്. ഗോൾഡ് വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു വലിയ തുക പണിക്കൂലിയായിട്ടും ചേതാരമായിട്ടും ടാക്സായിട്ട് പോകും. അതുകൂടാതെ ഇതിൽ പണയം വെച്ച് വേറെ പലിശ, വട്ടിപ്പലിശ, അത് വേറെ. അതിലൊന്നും ആവശ്യമില്ല. ആരുടെയും മുമ്പിൽ നമ്മൾ ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആന്തരികമായ ശക്തി പ്രാപിക്കുക, നമ്മൾ അടുത്ത ഭദ്രമാക്കുക. അതാണ് നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത്.
Thank you very much for watching this video. Thanks a lot.